അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അതെല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ മറ്റവരോട് പറഞ്ഞു കൊടുത്തും പരിശുദ്ധമായ ദീനിനെ, ഇസ്ലാമിൻ്റെ നിയമങ്ങളെ സ്വഹാബത്തിലൂടെ പഠിപ്പിച്ച് അവരിൽ നിന്ന് താബിഈങ്ങൾ, അവരിൽ നിന്ന് മറ്റു ഉലമാക്കൾ മുഖേന നമുക്ക് എത്തിയതാണ് പരിശുദ്ധമായ ഇസ്ലാം, അതുപോലെ ഇസ്ലാമിൻ്റെ മുഴുവൻ നിയമങ്ങളും. എന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവിനോടുള്ള വസിയത്തുകൾ. ഒരു ചരിത്രത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ, എല്ലാ ദിവസവും ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 വസിയത്തുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടുള്ള വസിയത്താണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലും പകർത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 വസിയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറയുന്നുണ്ട്. 2 വസിയത്തുകൾ. ഒന്ന്, പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ദിവസം ഓതി തീർക്കുക. 1. രണ്ടാമത്തത്, അമ്പിയാക്കളുടെ ശുപാർശ ലഭിക്കാൻ പരിശ്രമിക്കുക. 2 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് ചെയ്യുന്നത്. ഒന്ന്, പരിശുദ്ധമായ ഖുർആൻ 30 ജുസ് പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓരോ ദിവസവും ഓതണം. അതുപോലെ തന്നെ മുൻകഴിഞ്ഞതായ 1,00,000-ഓളം വരുന്ന അമ്പിയാക്കൾ, അവരുടെ ശുപാർശ ലഭിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് വസിയത്ത് ചെയ്യുകയാണ്. നമുക്കും പല സംശയങ്ങളുണ്ടാവും. എങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആൻ ഓരോ ദിവസവും പൂർണ്ണമായി ഓതാൻ കഴിയുക എന്നുള്ള സംശയം ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് മറുപടി പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി പറയാണ്, ഖുർആൻ മുഴുവനും ഓതുക എന്ന് പറഞ്ഞാൽ ഖുർആൻ മുഴുവനും ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനിലെ അള്ളാഹുവിൻ്റെ വിശേഷിപ്പിക്കുന്ന പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുള്ള ഈ പരിശുദ്ധമായ സൂറത്ത് നിങ്ങൾ ദിവസവും 3 പ്രാവശ്യം ഓതുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ മുഴുവൻ ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും. 2ാമത്തെ വസിയത്ത്, അമ്പിയാക്കളുടെ ശുപാർശ ലഭിക്കാൻ പരിശ്രമിക്കുക എന്നാണല്ലോ. എങ്ങനെയാണ് മുൻകഴിഞ്ഞതായ അമ്പിയാക്കളുടെ ശുപാർശ ലഭിക്കാൻ പരിശ്രമിക്കുക? അവരുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. എല്ലാ ദിവസവും അസ്സലാത്തു വസ്സലാമു അലൈക വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. മുഴുവൻ മുർസലുകളുടെ മേലും നബിയെ അങ്ങയുടെ മേലും അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ എന്നുള്ള വാചകം ദിവസവും നമ്മൾ ദുആ ചെയ്യുക. അറബിയിൽ പറയുകയാണെങ്കിൽ അസ്സലാത്തു വസ്സലാമു അലൈക വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. ഇനി അറബിയിൽ പറയാൻ കഴിയുന്നില്ല എങ്കിൽ നബിയെ അങ്ങയുടെ മേലും അങ്ങേക്ക് മുമ്പുണ്ടായിരുന്ന മുഴുവൻ മുർസലുകളുടെ മേലും അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുക. ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വസിയത്ത് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരുപാട് വസിയത്തുകൾ നബിയുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് മറ്റുള്ള സന്ദർഭങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞ വസിയത്ത് ജീവിതത്തിൽ പകർത്താൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.